കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ ഒരു രസകരമായ കസേരകളി മത്സരം നടക്കുകയാണ്. അത് പുതുവർഷവുമായിട്ട് ബന്ധപ്പെട്ട കസേരകളിയൊന്നുമല്ല. ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, രണ്ട് മെഡിക്കൽ ഓഫീസർമാർ തമ്മിലുള്ള സ്ഥാനത്തേക്ക് ആര് വരണം എന്നുള്ളതിനെ കുറിച്ചുള്ള വടംവലിയാണ് അവിടെ നടക്കുന്നത്. അഖില CP വിവരങ്ങളുമായി ചേരുകയാണ്. അഖില, ഒരു സിനിമയുണ്ടല്ലേ, അയാൾ കഥ എഴുതുകയാണ്. അവിടെ ആരാണ് കഥ എഴുതുന്നത്? മാധു, ഇവിടെ രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരാണ് കസേരക്കളി നടക്കുന്നത്. അതായത് കഥ എഴുതുന്നത് രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരാണ്. വളരെ കൗതുകകരമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ 7 DMOമാർക്ക് ഇത്തരത്തിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ലഭിക്കുന്നു. ആ ഉത്തരവിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് 3 പേർ ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു. അങ്ങനെ ട്രൈബ്യൂണലിനെ സമീപിച്ച് ഇത്തരത്തിൽ ഉത്തരവിൽ സ്റ്റേ വാങ്ങി. പക്ഷെ സർക്കാർ ഉത്തരവനുസരിച്ച് ആശാദേവി എന്ന് പറയുന്ന DMO ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ ജോയിൻ ചെയ്യുകയും അതുമായി പക്ഷേ ഈ N. രാജേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ ഓഫീസിൽ നിന്ന് സ്ഥാനമൊഴിയാതെ ഓഫീസിൽ തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് രണ്ടുപേരും ഒരു ഓഫീസിൽ, അതായത് ജില്ലാ മെഡിക്കൽ ഓഫീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ട ഒരു ഓഫീസാണ്. ഒരുപാട്, അതായത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ 2 DMOമാരും, ഇപ്പോൾ ഈ രാജേന്ദ്രന് തിരുവനന്തപുരത്തേക്കാണ് ട്രാൻസ്ഫർ ഉള്ളത്. പക്ഷേ അദ്ദേഹം സ്ഥലം മാറാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അത് ട്രൈബ്യൂണലിന് സ്റ്റേ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റേ ലഭിച്ച ഉത്തരവ് പിൻവലിക്കുന്നത് വരെ താൻ ഇവിടെ തന്നെ തുടരുമെന്ന വാശിയിലാണ്. അതായത് ഇന്നലെയും ഈ കസേരക്കളി തുടർന്നു. സമാനമായി ഇന്നും രണ്ടുപേരും വാശി തുടരുകയാണ്. അതായത് സ്ഥാനം ഒഴിയാൻ തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടുപേരും ഇപ്പോഴും ഇത്തരത്തിലുള്ള കസേരക്കളി തുടരുകയാണ്. മാധു, DMO ഓഫീസിലെ 2 ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇതിനൊരു പരിഹാരമില്ലേ അഖില? ഇതിൽ നീതിയുക്തമായി അല്ലെങ്കിൽ നിയമപരമായി ഒരാൾക്കല്ലേ അവിടെ ഇരിക്കാൻ കഴിയുകയുള്ളൂ? അതിന് മേലുദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശവും പ്രതികരണവും ഒന്നുമില്ലേ? ഇന്ന് ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ആശാദേവി സർക്കാർ ഉത്തരവ് പ്രകാരം 9-ന് സർക്കാർ ഉത്തരവ് കൈപ്പറ്റി 10-ന് ഈ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ജോയിൻ ചെയ്തിരുന്നു. പക്ഷേ ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിൽ പോവുകയും വീണ്ടും ഈ സ്റ്റേ ലഭിച്ചതിന്, അതായത് ട്രൈബ്യൂണലിൽ നിന്ന് N. രാജേന്ദ്രന് ഇത്തരത്തിൽ സ്റ്റേ ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും ഈ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഉത്തരവുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മധു, ശരി, കൗതുകകരമായ വാർത്ത. അഖില CP ആണ് വിവരങ്ങൾ. 2 ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഇവർ ആരാണ് ചുമതലയേൽക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ട്രൈബ്യൂണലിലൊക്കെ പോയതാണ്. ഒരുപക്ഷെ സർക്കാരിന് അത് ഏത് ഉത്തരവ് പാലിക്കണം എന്നുള്ള കാര്യത്തിൽ പരിമിതി ഉണ്ടാകും, അല്ലെങ്കിൽ ചില ഇഷ്യൂസ് ഉണ്ടാകും. ഏതായാലും ഇത് ഇന്നലെയും നടന്ന കാര്യമാണ്. സർക്കാർ ഇന്നെങ്കിലും ഇടപെട്ട് ഇത്തരം നാണംകെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ പരിഹരിക്കേണ്ടതാണ്. ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും 2 ഉദ്യോഗസ്ഥർ ഇരുന്ന് ഇവരിൽ ആരാണ് ചുമതലയേൽക്കേണ്ടത് എന്നുള്ള തർക്കം അവിടെ തുടരുകയാണ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ ആണ് ഇത്തരത്തിൽ ഒരു കസേര കളി നടന്നുകൊണ്ടിരിക്കുന്നത്.